ആർക്കേബുറിയിൽ നോർത്തിലുമുണ്ട്, സൗത്ത് ഇവിടെ സെൻട്രൽ മാത്രമല്ല, നോർത്തിൽ ഒരു വീട്ടിൽ 355 പേരാണ് കള്ളവോട്ട് ചെയ്തതായിട്ട് ഞങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാകുന്നതെന്ന് അറിയുന്നു. വളരെ ഗൗരവത്തിൽ തന്നെയല്ലേ പ്രതിപക്ഷ MP-മാരെല്ലാം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്? ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല. SIR-മായി ബന്ധപ്പെട്ട പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള സാഹചര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ പാർലമെൻറ്റിനുമൊക്കെ അതീതമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം മുൻകാലങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനൊരു ചർച്ചയ്ക്ക് യാതൊരു പ്രൊവിഷനും നമ്മുടെ ലോക്സഭ രാജ്യസഭ നടപടിക്രമങ്ങളിൽ ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ്, നല്ല നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. പക്ഷേ ഇലക്ട്രൽ റിഫോംസ് ആയിട്ടെങ്കിലും ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും അതിന് ഗവൺമെൻറ് തയ്യാറല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് പാർലമെൻറ്റ് നടപടികൾ സ്തംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെൻറ്റിനകത്തും പുറത്തും, പാർലമെൻറ്റിലെ ഇരു സഭകൾക്കകത്തും അതുപോലെ പാർലമെൻറ്റിൻ്റെ മുഖ്യ കവാടത്തിലും നിരന്തരമായി SIR സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ലോക്സഭയും രാജ്യസഭയിലെയും പ്രതിപക്ഷ MP-മാർ, ഇന്ത്യ ബ്ലോക്ക് MP-മാർ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സമരത്തിന് കൂടുതൽ ശക്തി പകരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മൗനാനുവാദത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ അന്വേഷിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് ശേഷം അതുമായി അന്വേഷണത്തിന് മുന്നോട്ട് പോയി കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് സ്വാഗതാർഹമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു ഒറ്റക്കെട്ട് ഒരിക്കൽ കൂടി കാണാൻ പോവുകയാണ് അല്ലേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? ഒറ്റ വാചകത്തിൽ ഇല്ല, ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായത്. കാരണം നമ്മുടെ ജനാധിപത്യ അപകടത്തിലാവുകയാണ്. നമ്മൾ നിഷ്പക്ഷവും നീതിപൂർവമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ അവതാളത്തിലാകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നമ്മുടെ ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനം തന്നെ ഏതാണ്ട് അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിന് പരിഹാരമുണ്ടാകും. നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണം. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം ലോകത്തിൽ തന്നെ പേരുകേട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന ഇത്തരം നിലപാട്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരം പ്രവർത്തനം അത് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ രാജ്യം ആ പ്രതിഷേധത്തിന്റെ തീജ്വാല ഇന്ന് കാണാൻ പോവുകയാണ്.